പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ ആഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ, പുതിയ തരത്തിലുള്ള ലോകക്രമത്തെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച പ്രധാനമായിട്ട് ഉണ്ടായിട്ടുള്ള രണ്ട് വിഷയങ്ങൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യുവാൻ പറ്റുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യക്കാരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് H1B എന്ന് പറയുന്ന അമേരിക്കയിലേക്കുള്ള വിസയുടെ നിയന്ത്രണം അല്ലെങ്കിൽ അതിന് ഉണ്ടാക്കിയിരിക്കുന്ന ഫീസ് ഘടന, അത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഉന്നതരായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള സ്കിൽഡ് പേഴ്സൺസിന് കിട്ടുന്ന IT വിദഗ്ധർ, ഡോക്ടർ, നേഴ്സ് തുടങ്ങി ഏറ്റവും സമൂഹത്തിൻ്റെ ശ്രേണിയുടെ ഉന്നതലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതുപോലെ പഠനത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലൊക്കെ പോകുവാനുള്ള ആളുകൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ തുടരുവാനുള്ള വിസയാണ് ഈ H1B എന്ന പേരിൽ അറിയപ്പെടുന്ന വിസ. ആ വിസ ഈ ഏകദേശം അതിൻ്റെ ഫീസ് ഇപ്പോൾ $1,00,000 എന്ന നിലയിലേക്ക് US ഗവൺമെൻറ് അത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത് എത്തരത്തിലാണ് ഇന്ത്യയിലെ ആളുകളെ ബാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ $1,00,000 എന്ന് പറയുമ്പോൾ ഏകദേശം 90 ലക്ഷം രൂപയാണ് ആ വിസയുടെ പ്രോസസ്സിംഗ് ഫീസായിട്ട് US ഗവൺമെൻറ് ഓരോ ഭാരതീയനിൽ നിന്നും ഇന്ത്യക്കാരിൽ നിന്നും ഈടാക്കുവാൻ പോകുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ അത് പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. ഇത് എത്തരത്തിലാണ് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ ബാധിക്കുന്നത് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിനെ ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഏകദേശം ഒരു വർഷം ഒരു ലോട്ടറി സിസ്റ്റത്തിലൂടെയാണ് 85,000 പേർക്ക് അവിടെ പെർ ഇയറിൽ ഈ H1B എന്ന വിസ കൊടുക്കുന്നത്. അതിലൊരു 75% മുതൽ 80% വരെയും ഇന്ത്യക്കാരാണ് ആ വിസ കരസ്ഥമാക്കുന്നതും അതുവഴി അമേരിക്കയിലേക്ക് കടന്നു പോകുന്നതും. അതുവഴിയായിട്ട് ഏകദേശം അവർ അവിടെ പോയതിന് ശേഷം നമുക്ക് $200 മില്യൺ നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രതിവർഷം അവർ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്നത്. നമ്മുടെ സാമ്പത്തിക ശ്രേണിയുടെ ഒരു നട്ടെല്ലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അമേരിക്കക്കാർ. പൊതുവെ ഈ പ്രവാസികളെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പൊടുന്നനവേ ഇങ്ങനെയുള്ള ചില പാശ്ചാത്യ ശക്തികൾ ഇന്ത്യക്കെതിരായിട്ട് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായിട്ട് ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ 85,000 വിസ എന്ന് പറയുമ്പോൾ ഈ 85ൻ്റെ കൂടെ അവരുടെ സ്പൗസ് ഉണ്ടെങ്കിൽ അവർ, കുട്ടികളുണ്ടെങ്കിൽ അവർ കൂടെ പോകാൻ കഴിയും. അത് H4 വിസ എന്നാണ് അതിനറിയപ്പെടുന്നത്. അപ്പോൾ ആശ്രിത വിസയായിട്ട് ഈ H1B എന്ന് പറയുന്ന വിസ ലഭിച്ച ഒരാളുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ പോകാൻ കഴിയും. അപ്പോൾ ആ തരത്തിൽ ഏകദേശം ഒരു 2.5 ലക്ഷത്തോളം അല്ലെങ്കിൽ 270 വരുന്ന ആളുകൾക്ക് അവിടെ ജീവിക്കുവാനുള്ള, പെർ ഇയറിൽ ജീവിക്കാനുള്ള, അതിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർക്കാണ് അതുകൊണ്ടുണ്ടാവുന്ന ഗുണമെന്ന് പറയുന്നത്. അതിൽ മധ്യവർത്തികളായിട്ടുള്ള ആളുകൾക്ക്, അർബൻ മേഖലകളിൽ ജീവിച്ചിരിക്കുന്ന, അത് പഠിക്കുന്ന ആ ആളുകൾക്കാണ് കൂടുതലായിട്ടും ഇതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് വടക്കൻ ഇന്ത്യയിലും നമ്മുടെ തെക്കൻ ഇന്ത്യയിലും എല്ലാം തന്നെ. അപ്പോൾ ഇത് എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കേന്ദ്ര സർക്കാരുകൾ എടുത്തിട്ടുള്ള, കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിദേശ നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഡിപ്ലോമസി പോളിസിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യയെ ബാധിക്കുന്ന വലിയ ഒരു ഇഷ്യൂ ആണ്. ഒരു വരുന്ന ജനുവരിയോടുകൂടി ഇതിൻ്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് ഇന്ത്യയിലെ ജനസമൂഹം മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. സാമ്പത്തികമായിട്ടും ജനതയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് ഇതൊരു ജനുവരിയോടുകൂടിയൊക്കെ വളരെ എഫക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയമാണ് ഈ വിസയും ആയിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ ഗവൺമെൻറ് ഇന്ത്യക്കെതിരെ, ഇത് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോളിസിയുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. അതിന് കാരണക്കാരായിട്ടുള്ളത് ഗവൺമെൻറ് തന്നെയാണ്. മൈ ഫ്രണ്ട് എന്ന് 24 മണിക്കൂർ ഉരുവിട്ടുകൊണ്ട് കിടക്കുന്ന ആളുകൾ, മേരെ പ്യാരോ ദേശവാസിയോ എന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നീതിയും നന്മയും നടപ്പിലാക്കുക. ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണുള്ളത്.
അതിൻ്റെ മകുടോദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് സൗദി അറേബ്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ കരാറിൽ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? പാകിസ്ഥാനെ ഏതൊരു രാജ്യവും ആക്രമിക്കുകയാണെങ്കിൽ അത് സൗദിയെ ആക്രമിച്ചതിന് തുല്യമായിട്ട് കണക്കാക്കുമെന്നും, സൗദിയെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാനെ ആക്രമിച്ചതിന് തുല്യമായിട്ടാകുമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പോളിസി, ഒരു കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിരിക്കുന്നത്. ഇത് ഫലത്തിൽ ഇന്ത്യക്ക് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ലോക രാജ്യങ്ങളുടെ മുൻപിൽ ഇന്ത്യ ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയെ കൂട്ടുപിടിച്ചുകൊണ്ട്, റഷ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട്, റഷ്യ വളരെ മുൻപേ തന്നെ നമ്മുടെ സൗഹൃദ രാജ്യമാണ്. പക്ഷേ പൊടുന്നനവേ ചൈനീസ് പ്രേമമുണ്ടാക്കി ചൈനയിലേക്ക് കടന്നു ചെന്ന് ചൈനയിലെ ഷി ജിൻപിങ്ങിനെ കെട്ടിപ്പിടിച്ചിട്ടൊന്നും ഒരു പുതിയ ഡിപ്ലോമസി ഉണ്ടാക്കാനോ നയതന്ത്ര ബന്ധം ഉണ്ടാക്കാനൊന്നും കഴിയില്ല. നമ്മളെപ്പോലെ അല്ല ചൈനക്കാർ. പഞ്ചശീല തത്വങ്ങൾ നെഹ്റുജിയുമായിട്ട് ചൈനീസ് ഗവൺമെൻറ് പഞ്ചശീല തത്വങ്ങളെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് കരാർ ഒപ്പിട്ട മഷി ഉണങ്ങുന്നതിന് മുമ്പ് 62-ൽ ഇന്ത്യയെ ആക്രമിച്ച രാജ്യമാണ് ചൈന. അങ്ങനെയുള്ള ചൈനയെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മുൻ ബന്ധുക്കളായിരുന്ന, അല്ലെ നമ്മുടെ മിത്രങ്ങളായിരുന്ന രാജ്യങ്ങളെ ഒന്നൊന്നായി പിണക്കുന്ന തരത്തിലേക്കാണ് ഇന്ത്യയുടെ വിദേശകാര്യത്തിൻ്റെ നയസമീപനവും നയതന്ത്രവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡിപ്ലോമസി വളരെ മോശമാണ് എന്ന് ഇത്തരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ബന്ധം അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പാകിസ്ഥാനും സൗദിയും ഒരു കരാറിൽ എത്തപ്പെട്ടതുപോലെ തന്നെ ഏറെ താമസിയാതെ UAE എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളാണ് സൗദിയും അതുപോലെ തന്നെ UAEയും. UAEയുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കരാറുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന്, വിശിഷ്യ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന പ്രവാസികളെ സഹിതം ഇത് പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും ബാധിക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ നീങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് സർവ്വമേഖലയിലും ഗ്ലോബലൈസേഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ലോകക്രമത്തിൽ വിദേശ രാജ്യങ്ങളുടെ മുൻപിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇന്ത്യയുടെ വിദേശ നയം, നയതന്ത്ര സമീപനം വളരെ അപകടകരമായ രീതിയിൽ നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ H1B വിസയുടെ കാര്യത്തിലായാലും ഒരു കമ്പനി പോലും ഇപ്പോൾ അവിടെ ഏറെക്കുറെ ടെക്കികളായിട്ട് വർക്ക് ചെയ്യുന്നവർ അമേരിക്കയിൽ ഏറെ കൂടുതലും ഇന്ത്യക്കാരാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആമസോൺ ഉൾപ്പെടെ, മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ, ആപ്പിൾ ഉൾപ്പെടെ അനവധിയായിട്ടുള്ള കമ്പനികൾ അവിടെ ഉണ്ട്. ആ കമ്പനികൾ ഒക്കെ തന്നെയും ഈ പറയുന്ന ഇന്ത്യക്കാരെ, ടെസ്ല ഉണ്ട്, അതേപോലെ നമ്മുടെ സ്പേസ് എക്സ്, അങ്ങനെ നിരവധി കമ്പനികളുണ്ട്. ഈ കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയിലെ ജോലിക്കാരെ പുറകോട്ട്, കാരണം 90 ലക്ഷം ഇന്ത്യൻ രൂപയെന്ന് പറയുന്ന 1 ലക്ഷം അമേരിക്കൻ ഡോളർ മുടക്കിയിട്ട് ഒരാളെയും അവിടെ ജോലിക്ക് വെക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കത്തില്ല. പുതിയൊരു വിസ എടുക്കുമ്പോൾ 1 ലക്ഷം US$ അടയ്ക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെ ഭീമമായിട്ടുള്ളൊരു ചിലവാണ്. അതിനേക്കാൾ കുറഞ്ഞ രീതിയിൽ പണം മുടക്കിയാൽ തന്നെ അവിടെ നിന്നുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകളെ അവർക്ക് കിട്ടും, അല്ലെ മറ്റിതര രാജ്യങ്ങളിൽ നിന്നുള്ള എക്സ്പെർട്ടുകളെ അവർക്ക് കിട്ടുമെന്നുള്ളതാണ് വസ്തുത. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ലൊടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഭരണാധികാരിമാരെ കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ BJPയോടുള്ള വിരോധം കൊണ്ടോ പറയുകയല്ല. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യയുടെ പ്രയാണമെന്ന് പറയുന്നത് പിന്തിരിപ്പൻ പ്രയാണമാണ്. ഏത് രീതിയിൽ ദിശാബോധമില്ലാതെ ഇന്ത്യയുടെ ഭരണകൂടം മുന്നോട്ട് പോയാൽ അത് വരുന്ന തലമുറയെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് വ്യക്തമായിട്ട് ഭരണാധിപന്മാർ ഇത് ശ്രദ്ധിക്കണം. അവരിത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പതനത്തിലേക്കായിരിക്കും നമ്മുടെ പ്രയാണം. ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഈ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ BJPയുടെ ആളുകളൊക്കെ കയറിയപ്പോൾ പറഞ്ഞ എന്താ, $1 = 1 rupee, $1 തുല്യമായിട്ട് 1 റുപ്പിയെ എത്തിക്കും, അതിൻ്റെ മൂല്യം എത്തിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മൻമോഹൻ സിംഗ് സാർ ഇരുന്ന സമയത്ത് കേവലം $1 64 രൂപയായിരുന്നു അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്, വിനിമയ നിരക്ക്. ഇന്ന് അത് 90 രൂപയിലേക്ക്, $1 എന്ന് പറയുമ്പോൾ ഇന്ന് 90 രൂപയിലേക്ക് പോകുന്നു. ഇൻഫ്ലമേഷൻ എല്ലായിടത്തും ബാധിച്ചിരിക്കുന്നു. നമ്മുടെ പണത്തിന് വിലയില്ലാത്ത സ്ഥിതിയിലേക്ക് മാറുന്നു. പണപ്പെരുപ്പം വർദ്ധിച്ചു വരുന്നു. നമ്മുടെ നോട്ടിൻ്റെ വാങ്ങൽ ശേഷി, നമ്മുടെ ഇന്ത്യൻ രൂപയുടെ വാങ്ങൽ ശേഷി
കുറഞ്ഞു പോയിരിക്കുന്നു. ഈ പറയുന്ന ഈ അമേരിക്കയുടെ വിസയിലുണ്ടാക്കിയ ഈ പ്രശ്നം നമ്മുടെ GDP വരെ ഏകദേശം നല്ല എക്സ്പെർട്ടുകൾ പറയുന്നത്, എക്കണോമിസ്റ്റുകൾ പറയുന്നത് 8% നമ്മുടെ GDP ബാധിക്കും എന്ന് തന്നെയാണ്. ഇത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? നമ്മളെ ചൈനയോ റഷ്യയോ ഒന്നും ഓടി വന്ന് സഹായിക്കുമെന്നില്ല. ഇപ്പം നമ്മുടെ മോഡിജി തന്നെ നമ്മുടെ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിനെ ഇപ്പം നിർത്തലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. ഇതാദ്യമേ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന വിഷയമുണ്ടാകില്ല. ഇത് വളർന്നു വരുന്ന അല്ലെങ്കിൽ നിലവിലുള്ള യുവജനതയെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി ഭരണകൂടങ്ങൾ ചെയ്യുന്ന തെറ്റിന് ഈ രാജ്യത്തെ സാധാരണക്കാരെ ജനങ്ങൾ ബലിയാടാവുകയും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള വിഷയമാണ്. മറ്റൊരു വിഷയവുമായിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അരികിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.